JNU സർവകലാശാലയിൽ SFIയും അതോടൊപ്പം തന്നെ ഇടത് സഖ്യവും വലിയ ചരിത്രമാണ് ഇത്തവണ സൃഷ്ടിച്ചിട്ടുള്ളത്. 4 ജനറൽ സീറ്റുകളിലും ഇടത് സഖ്യത്തിലുള്ള പാർട്ടികളൊക്കെ തന്നെയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമ്മോടൊപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ മലയാളി വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ഗോപിക ബാബു ചേരുകയാണ്. ചരിത്ര വിജയം എന്ന് തന്നെ നമുക്ക് പറയാം. എങ്ങനെ തോന്നി ഈ ഒരു നിമിഷം? വളരെയധികം അഭിമാനം തോന്നുന്നു. ഞാൻ കണ്ടസ്റ്റ് ചെയ്ത പോസ്റ്റിൽ ഞാൻ SFIയിൽ നിന്നാണ്. അതിൽ ഏറ്റവും വൻ ഭൂരിപക്ഷത്തിലാണ് നമ്മളിപ്പോൾ ലീഡ് നേടിയിരിക്കുന്നത്. അപ്പോൾ അത് SFI മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിനും ഞാൻ ചെയ്ത ആക്ടിവിസത്തിനുള്ളൊരു റെക്കഗ്നിഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത്. 1400 വോട്ടുകളുടെ ലീഡാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ചരിത്രപരമായിട്ടുള്ള ഒരു ലീഡ് ABVP ഒക്കെ തന്നെ കടത്തി വെട്ടിക്കൊണ്ടുള്ള അപ്പം SFIയുടെ പല പ്രവർത്തനങ്ങളും ഇതിന് പ്രചോദനമായിട്ടുണ്ട്. പല വിദ്യാർത്ഥി പ്രശ്നങ്ങളൊക്കെ തന്നെ SFI നിരന്തരം ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിനൊരു പ്രതിഫലനം കൂടിയാണിത്. CUET കഴിഞ്ഞിട്ടിപ്പോൾ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന ഒരു നാരറ്റീവ് ആയിരുന്നു ഹിന്ദി സ്പീക്കിംഗ് സ്റ്റുഡൻസിൻ്റെ ഒരു മെജോറിറ്റി വന്നു. ഞാൻ കേരളത്തിൽ നിന്ന് വന്നിട്ട് എൻ്റെ സ്പീച്ച് പറഞ്ഞത് തന്നെ ഇംഗ്ലീഷിലാണ്. അപ്പോൾ ആ ഒരു ഡൈവേഴ്സിറ്റി, ആ ഒരു കൾച്ചർ ഞങ്ങൾക്ക് തന്ന ആക്സെപ്റ്റൻസ്, SFI മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് തന്ന ആക്സെപ്റ്റൻസ് ആയിട്ടാണ് കണ്ടത്. ഞാൻ ഏത് ഭാഷ സംസാരിക്കുന്നു എന്നല്ല നോക്കിയിട്ട് വോട്ട് ചെയ്തത്, ഞാൻ ഏത് സ്റ്റേറ്റിൽ നിന്ന് വരുന്നല്ല, ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് തന്ന വോട്ടായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും ഒരു ഇരട്ടി മധുരമാണ്. കാരണം SFIക്ക് ഒരു വിജയം ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം JNUവിൽ വലിയൊരു ആധിപത്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ജനറൽ സീറ്റിൽ വരാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ആ ഒരു സന്തോഷത്തെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്യാമ്പസിന്റെ ഒരു ഡൈവേഴ്സിറ്റിയും ഈ ഒരു ക്യാമ്പസിന്റെ റിച്ച് പൊളിറ്റിക്കൽ കൾച്ചർ തന്നെയാണ് എനിക്ക് DU യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഇങ്ങനെ ഒരു വിജയം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസസിൽ. പക്ഷെ ഇവിടെ നമ്മൾ ആക്ടിവിസം ചെയ്തു, അത് സ്റ്റുഡൻസ് റെക്കഗ്നൈസ് ചെയ്തു, അതിന് സ്റ്റുഡൻസ് തന്നൊരു മാൻഡേറ്റ് തന്നെയായിട്ടാണ് കാണുന്നത്. എന്തായാലും ആശംസകൾ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് SFIയും അതോടൊപ്പം ഇടത് സഖ്യവും അത് കൃത്യമായി തന്നെ എല്ലാ വിഷയങ്ങളിലും വിദ്യാർത്ഥി പ്രശ്നങ്ങളിലൊക്കെ തന്നെയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ പ്രതിഫലനം തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തിട്ടുള്ളത്. ഗോപി കടവൂരിനോടൊപ്പം അബ്ദുൾ റഷീദ്, കൈരളി ന്യൂസ്.